50+ ആയിരിക്കും എന്നെ ഒരു തോന്നലാന്നേ. അല്ല, നിങ്ങൾ തോന്നിയൊന്നും വേണ്ട, ശരിയാവണമെന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിലൊക്കെ കൂടുതലും കുറവൊക്കെ വരും. പ്രായമല്ലല്ലോ, നമുക്ക് വിഷയമല്ലേ പഠിക്കേണ്ടത്. എക്കിപ് ശരിയല്ലേ? ബ്രദർ എടുത്തു. എക്കിപ് ബ്രദർ തിരക്കിലായിരിക്കും അല്ലേ? എക്കിപ് ബ്രദർ തിരക്കില് തിരക്കിലാണ്. ഓഫീസിലായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാലോ അച്ഛാ. ഓക്കെ. ഈ അള്ളാഹു ഒരു സൃഷ്ടാവായ ദൈവമാണോ നിങ്ങളുടെ ചിന്തയിലും വിശ്വാസത്തിലും? പിന്നെന്താ അച്ഛാ, എന്തിനാ സംശയിക്കുന്ന നമ്മള്? എന്തുകൊണ്ടാണ് നിങ്ങൾ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത്? സൃഷ്ടാതായ ദൈവം എന്ന് പറയുന്നത് ഇത് സകലതും സൃഷ്ടിച്ചത് കൊണ്ട്. എങ്ങനെയാണ് ഈ അള്ളാഹു സകലതും സൃഷ്ടിച്ചത്? എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്? അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത് അത് സൃഷ്ടിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന് അങ്ങനെ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കും. അപ്പൊ അള്ളാഹു മുഹമ്മദ് ഈ പിന്നെ ഇതൊന്നും അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല എന്നുള്ളതല്ല അള്ളാഹുവിന് അറിവില്ലായിരുന്നോ? മുഹമ്മദിന്റെ അടുത്ത് വന്ന് വായിക്കെന്ന് പറഞ്ഞു. അതും ഇതും തമ്മിലൊന്നും ബന്ധമില്ലല്ലോ അച്ഛൻ. ഓക്കെ ഇപ്പൊ ഓക്കെ ഓക്കെ. എന്നാ അല്ല, ബന്ധമുള്ളത് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, ആകാശം, ഭൂമി, ഈ സമുദ്രം, ഇതൊക്കെ എങ്ങനെയാണ് സൃഷ്ടിയായത് എന്ന് പറഞ്ഞോ. ഇതെല്ലാം അച്ഛൻ കുഞ്ഞ് ഇതെല്ലാം സൃഷ്ടിച്ചത് ഇതെല്ലാം ദൈവത്തിൻ്റെ കഴിവുകളല്ലേ. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഴിവല്ലേ. സൂര്യനെ സൃഷ്ടിക്കണം എന്ന് വിചാരിച്ചു, സൃഷ്ടിച്ചു. ചന്ദ്രനെ സൃഷ്ടിക്കണം എന്ന് വിചാരിച്ചു, ചന്ദ്രൻ സൃഷ്ടിച്ചു. നക്ഷത്രങ്ങൾ, നമ്മൾ കാണാത്ത ഒരുപാട് വസ്തുക്കളുണ്ട് അച്ഛൻ കുഞ്ഞെ ഈ ഭൂമിയുടെ ആകാശത്തിൻ്റെ പുറകിൽ. അതായത് നമ്മൾ കാണാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്, നമ്മളറിയില്ല. മരിച്ച ശേഷം കാണാം. ഞാനതാ പ്രതീക്ഷിക്കുന്നത്. മരണത്തോടു കൂടി നമുക്ക് അത് കാണാൻ പറ്റും. ഓക്കെ. അള്ളാഹുവിന്റെ ശക്തി എന്താണ്? ശക്തി, അള്ളാഹുവിൻ്റെ ശക്തി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് എന്നെയും അച്ഛൻ കുഞ്ഞിനെയെല്ലാം സൃഷ്ടിച്ചതന്നെ അള്ളാഹിൻ്റെ ശക്തിയല്ലേ. അതെങ്ങനെയാ ഞാനിതാ അള്ളാഹുവിന്റെ മലയാളം ശക്തിയാവുന്നത്? സംസാരിക്കുന്നു. അല്ല, എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ശക്തിയാണെന്ന് പറഞ്ഞ എങ്ങനെയാ പറഞ്ഞോ? എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശക്തി എന്താ? അള്ളാഹിൻ്റെ ശക്തിയോ കടൽ നോക്കിയാൽ നമ്മൾ കടൽ തീരത്ത് നിന്നിട്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കടലിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇത് മനുഷ്യനെ കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റൂല അച്ഛൻ കുഞ്ഞേന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും. ഇത് ഒരു ദൈവത്തിനെ കൊണ്ടാണ് സാധിക്കും എന്നുള്ളത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് ചിന്തിച്ചത് ഞാൻ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ അള്ളാഹുവിന്റെ ശക്തി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ അടുത്ത് നിങ്ങൾ തിരിച്ചതൊക്കെ ചോദിക്കുകയും എന്റെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചെന്നുള്ളതെല്ലാം ഞാൻ പറയും. ഈ സമുദ്രം എങ്ങനെ ഉണ്ടായി? അല്ല, നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ മനുഷ്യനല്ലേ അച്ഛൻ കുഞ്ഞ്. നമ്മൾ എന്താ നമ്മൾ ചോദ്യം? നമ്മളൊരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, മലയാളവും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് അറബിയും ഇതെല്ലാം ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്ന സാധാരണ ഒരു കല്യാണം കഴിച്ച് മാതാപിതാക്കളുള്ള ഒരു ചെറിയൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ അച്ഛൻ കുഞ്ഞ് നമ്മളെല്ലാവരും. ഞാനും അച്ഛൻ കുഞ്ഞെല്ലാം രണ്ട് മതത്തിൽ നിന്നേ ഉള്ളൂ. ഇല്ല, ഇത് നമ്മൾ മതമല്ല, ഒരു മാർഗമാണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു 10 വയസ്സുള്ള ഒരു കുഞ്ഞ് പറയുന്ന വാക്ക് മാത്രമാണ് ഇപ്പോഴും ഈ സമയം വരെയും സലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കൂട്ടത്തുള്ള ഒരു 10 വയസ്സുള്ള വിശ്വാസമുള്ള ഒരു കുഞ്ഞിന്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കും. നിങ്ങൾക്ക് 10-30 വയസ്സുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ചു നോക്കുക. ആ കുഞ്ഞ് പറയുന്നത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ഈ ചിന്താ മണ്ഡലം ഒന്നും ഉയർന്നു വന്നിട്ടില്ല. ഈ ആകാശം എന്ന് പറഞ്ഞാൽ ഈ ആകാശം എങ്ങനെ സൃഷ്ടിയായി? ആകാശത്തെ മനുഷ്യനെ കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റൂല എന്ന് കാണുന്ന പല വസ്തുക്കളും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത പല വസ്തുക്കളുണ്ടല്ലോ. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ. ഒരു മനുഷ്യനെ തന്നെ മനുഷ്യനിക്ക് സൃഷ്ടിക്കാൻ പറ്റൂല. എല്ലാം ദൈവത്തിനെ സൃഷ്ടിക്കാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് ദൈവത്തെ കാണാം. നമ്മളിപ്പോൾ അച്ഛൻ കുഞ്ഞ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഗ്രന്ഥങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കാം. ഞാനും അച്ഛൻ കുഞ്ഞും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഒരു ഗ്രന്ഥവുമില്ല, ഖുറാനും ഇല്ല, ബൈബിളും ഇല്ല, ഗീതയില്ല, ഒരു വസ്തുവില്ല ഈ ഭൂമി ലോകത്ത്. നമ്മളെങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തുക? അതോ ഓക്കെ ഓക്കെ. അങ്ങനെ ആയിരുന്നു. ഞാൻ കുറെ വർഷക്കാലം അങ്ങനെ ആയിരുന്നു.
ദൈവം എന്ന് വെച്ചാൽ സാധാരണ ഈ ബൈബിളോ മറ്റൊന്നും ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു മാത്രമേ ഉള്ളൂ, അതൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമൊന്നും ഇല്ല. അന്ന് ഞാൻ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറഞ്ഞു. അതായത് ശ്രീകൃഷ്ണൻ ഹൈന്ദവ ദൈവം, മുഹമ്മദ് മുസ്ലിമിന്റെ ദൈവം, യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവം, ഇത്രയുള്ള അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. മറ്റു യാതൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പം ആ ചിന്തിക്കാത്ത കാര്യം ഇതായിരുന്നു, എല്ലാ ദൈവങ്ങളും ഒന്ന്, പിന്നെന്തുവാ ചിന്തിക്കുന്നത്. പക്ഷേ യേശുവുമായിട്ട് ഒരു ബന്ധം വന്നു, അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ച അത്രയും ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഉത്തരം തരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിട്ടിരിക്കുന്നത്, അള്ളാഹു ഒരു സൃഷ്ടാവായ ദൈവമാണോ? ഞാൻ മനസ്സിലാക്കിയതോ അല്ല. ഞാൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിന്റെ പുറകെ പോകുന്നത് എന്നൊരു ചോദ്യം കൂടെ വരും. അതുകൊണ്ടാണ് ഈ അള്ളാഹുവിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചത്. പറഞ്ഞോളൂ. അച്ചൻകുഞ്ഞി ചോദിക്കുന്നത് വെച്ചാൽ അള്ളാഹു എന്നുള്ളൊരു നാമത്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അള്ളാഹു എന്ന് പറയുന്ന ഒരു നാമ അച്ചൻകുഞ്ഞ്, ഒരു പേരാണ്, പേര്. ഇപ്പം അച്ചൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ അച്ചൻകുഞ്ഞിൻ്റെ യഥാർത്ഥത്തിലൊരു പേരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ക്ലബ് ഹൗസിൽ അറിയപ്പെടുന്നത് അച്ചൻകുഞ്ഞ് എന്നാണ്. എൻ്റെ ശരിക്കുള്ള പേര് തന്നെയാണ് സലാം എന്നുള്ളത്. പക്ഷേ ഫുള്ളായിട്ട് നമ്മൾ എൻ്റെ ഫാദറെല്ലാം എന്നെ വിളിക്കുമ്പോൾ അബ്ദുൽ സലാം എന്നാണ് വിളിക്കാം. അങ്ങനെ ഒരു പേരാണ് അച്ചൻകുഞ്ഞ്. അള്ളാഹു എന്ന് പറയുന്ന ഒരു പേരാണ്. സ്നേഹിത, എന്റെ ഫോട്ടോ തന്നെയാണ് ഈ കാണുന്നത്. അതുപോലെ എന്റെ പേര് ഇത് തന്നെ. എനിക്ക് ഒരു പേരേ ഉള്ളൂ. എന്റെ മാതാവും പിതാവും ഇട്ട ഒരേ ഒരു പേര് അച്ഛൻ കുഞ്ഞെന്ന്. അത് അച്ഛൻ കെ എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് എന്റെ ഫോട്ടോയാണ് ഇതുള്ളത്. എന്നിട്ടും നിങ്ങൾ എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോ ഇല്ല അതിനകത്ത്. അപ്പം എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, എന്റെ പേരും അത് തന്നെയാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ആകാശം എങ്ങനെ ഉണ്ടായി? ആകാശം എങ്ങനെ ഉണ്ടായി? അള്ളാഹു അല്ല, നിങ്ങൾ എങ്ങനെ ധരിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നെ അറിയത്തില്ലല്ലോ. പക്ഷെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ. അപ്പൊ ഈ ആകാശം എങ്ങനെയാണ് ഉണ്ടായത്? അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചു? പറഞ്ഞോളൂ. ആകാശം എങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ആകാശം സൃഷ്ടിക്കണമെന്ന് തോന്നി, അങ്ങനെ സൃഷ്ടിച്ചു ആകാശത്തെ. അതതിൻ്റെ ആൻസർ അച്ചൻകുഞ്ഞ്. എന്നെ സൃഷ്ടിക്കണമെന്ന് ദൈവത്തിന് തോന്നി, എന്നെ സൃഷ്ടിച്ചു. ഓക്കെ, ഞാൻ ആകാശത്തെ കുറിച്ച് ഞാൻ കുറച്ച് വായിക്കാം. 82-ാമത്തെ ആയത്ത്, ഇൻഫിയാർ, അതായത് പൊട്ടിക്കീറൽ. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. അപ്പൊ ഈ പൊട്ടിപ്പിളരണമെങ്കിൽ ഏതെങ്കിലും കട്ടി ഉണ്ടായിട്ടല്ലേ? ഇത് കട്ടിയില്ലാത്ത സാധനം പൊട്ടിപ്പിളരുമോ? മനസ്സിലായിട്ടില്ല അച്ചൻകുഞ്ഞ്. ഏതാ സൂറത്ത്? ആകാശം പൊട്ടിപ്പിളർ 82 സൂറത്താ? പൊട്ടിക്കീറൽ. 82 അധ്യായം. ഞാൻ എടുക്കട്ടെ. 82. ഇൻഫിത്താർ. ഓക്കെ. അതിന്റെ 1-ാമത്തെ ആയത്ത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. പൊട്ടിപ്പിളരണമെങ്കിൽ ആ ആകാശത്തിന് എന്തുണ്ടായിരിക്കണം? കട്ടി ഉണ്ടായിരിക്കും. കട്ടിയില്ലാത്ത ഒരു സാധനം പൊട്ടിപ്പിളരേണ്ട കാര്യമുണ്ടോ? അതോ നിങ്ങൾ വെള്ളം പൊട്ടിപ്പിളരുന്ന കാര്യമാണോ? അത് പൂർവ്വസ്ഥിതിയിൽ അതുപോലെ തന്നെ. എന്നാൽ ആകാശത്തെ കുറിച്ച് പറയുന്നത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. എന്നാലും നമുക്ക് അടുത്തേക്ക് ഒന്ന് പോവാം. ഓക്കെ. 77 മുർസലാത്ത്, അയക്കപ്പെട്ടവർ, പെടുന്നവർ, അയക്കപ്പെടുന്നവർ. അതിന്റെ 9-ാമത്തെ വാക്യം, ആയത്ത് 9. ഓക്കെ. 5, 6, 7. ഒന്ന് വായിച്ച അതിന്റെ അർത്ഥം എന്താണ്? 9-ാമത്തത് വൈദസ്സമാ ഫുരിജത്ത്. അതായത് ആകാശം തുറന്നു വിടർത്തപ്പെടുകയും ചെയ്താൽ. അപ്പം തുറന്ന് വിടർത്തപ്പെടണമെങ്കിൽ അത് എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം ആയിരിക്കത്തില്ലേ? അതെ. വിടർത്തപ്പെടുകയും ചെയ്ത. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഈ ആകാശം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അള്ളാഹു ഏതെങ്കിലും രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? അത് വെറുതെ അള്ളാഹു എല്ലാം സൃഷ്ടിച്ചു, ഒറ്റ വാക്ക് അള്ളാഹു എല്ലാം സൃഷ്ടിച്ചു. അതൊരു കുഞ്ഞിനോട് ചോദിച്ചാലും അത് തന്നെയുണ്ട്. അതെ. എല്ലാം അതന്നെ അച്ചൻകുഞ്ഞ്. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ എന്ത് ചോദ്യം ചെയ്യാനാ? നമ്മൾ ചോദ്യം ചെയ്യുന്ന ആരെയാ? അല്ല, നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് മനുഷ്യനെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് ദൈവത്തിനെ നമ്മൾ ചോദ്യം ചെയ്താൽ നമ്മൾ അതപ്പതിച്ചു പോവില്ലേ? അത് ശരി. അപ്പൊ ഞങ്ങളുടെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം പറഞ്ഞത്
നീ എന്ത് ചെയ്യണം? അത് ചോദ്യം ചെയ്യണം, എന്നിട്ട് അത് പഠിക്കണം. നിങ്ങൾ എന്നോട് ചോദിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നീ എന്നോട് ചോദിക്കുക. നിനക്ക് അറിവില്ലാത്തതോട് എന്നോട് ചോദിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് പരിശോധിക്കണം. പരിശോധിക്കുക എന്നാൽ അത് സത്യമാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗമൊക്കെ കേട്ടാൽ കത്രദാസന്മാർ പറയുമ്പോൾ ആ ദൈവവചനം ശരിയോ എന്ന് പരിശോധിക്കും. അപ്പൊ അള്ളാഹു പറഞ്ഞ് നിങ്ങൾ പരിശോധിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനൊന്നും അറിയത്തില്ല. അതാണ്, എന്തെങ്കിലും ചോദ്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതോടുകൂടി അള്ളാഹു ഓടും. എന്ത് പറയുന്ന ശരിയല്ലേ? അച്ചക്കുഞ്ഞ് പറഞ്ഞത് ശരിയാ. അച്ചക്കുഞ്ഞ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സൂറത്തിൽ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഈ ആകാശത്തെക്കുറിച്ച്. അപ്പം ദൈവം ഒരു ലക്ഷ്യം ഉണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? ഇപ്പോൾ 14-ാമത്തെ അതിപ്പോൾ 1 മുതൽ ഇങ്ങനെ താഴോട്ട് വന്നെന്ന് വിചാരിക്കാം. മുർസലാത്തിൽ താഴോട്ട് വന്നിട്ട് അതൊരു പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും? ഇത് ദൈവത്തിൻ്റെ മഹാപ്രപഞ്ചത്തിൻ്റെ ദൈവത്തിൻ്റെ കഴിവാണ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ കഴിവാണ് ഈ ആകാശത്തെ ഇങ്ങനെയെല്ലാം ആക്കി തീർക്കാനുള്ളത്. എന്നിട്ടോ അതിനെ നിഷേധിക്കുന്നവരെ കുറിച്ചിട്ട് പറയും. എന്നിട്ട് എന്താ അള്ളാഹ് ചോദിക്കുന്നത്? ഞാനിതെല്ലാം സൃഷ്ടിച്ച് വെച്ചില്ലേ, എന്നിട്ടെന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കേട്ടാച്ചങ്ങനെ ഈ ആകാശം ഭൂമിയെല്ലാം സൃഷ്ടിച്ചിട്ട് നീ എന്താ മനസ്സിലാക്കാത്തത്? ആ ടോപ്പിക് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ആ ടോപ്പിക് ഒന്ന് വായിച്ചു, ഇതിന്റെ ടോപ്പിക്കാ ഒരു മേലോ ഇതാ ഹെഡിങ് എഴുതിയതാ? എഴുതിയത്, അതെ അതെ. അള്ളാഹു സൃഷ്ടാവായ ദൈവം ആണോ എന്നാ ചോദിക്കുന്നത് അല്ലേ? അതെ. അപ്പം അള്ളാഹു ഒന്നും സൃഷ്ടിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എടുത്ത് അത് ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. അള്ളാഹുവിന്റെ ശക്തി ചോദിച്ചു. സൗകര്യം സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചോദിച്ച് ഞാൻ നിർത്താം. അല്ല, അച്ഛൻ സംസാരിച്ചോളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കും. ഞാൻ കേട്ടോണ്ടിരിക്കുക. ഓക്കെ. അപ്പം ഈ അള്ളാഹുവിന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷെ എന്റെ ദൈവത്തെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ട്. എന്നാ ഞാൻ എന്റെ ദൈവത്തെ കുറിച്ച് ആകാശം സൃഷ്ടിച്ചെന്നല്ല അച്ഛൻ കുഞ്ഞു പറഞ്ഞത്? അതെ, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അത് ഞാൻ വിശ്വസിക്കുന്ന ഗ്രന്ഥം, അതായത് ബൈബിളില് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ പ്രാരംഭം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണുള്ളത്? പക്ഷെ ഇത് ഉൽപ്പത്തി യാഥാർത്ഥ്യമായി അത് സൃഷ്ടിക്കപ്പെട്ടത് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അറിയേണ്ട, ഒരു മനുഷ്യൻ അറിയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തുവാ ആറ്റം സൃഷ്ടിച്ചതെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ പിൻകാലത്ത് ആറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനം ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു അതുവരെ പറഞ്ഞിട്ടുണ്ട്. തീക്കായി. അപ്പൊ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന തീ ആകണമെങ്കിൽ ആറ്റം ഉണ്ടാകണം. അത് പിന്നെ ഇന്ന് കണ്ടുപിടിച്ചതാണ് അതൊക്കെ. ഓക്കെ, അത് ആദ്യത്തെ വചനം ഇങ്ങനെ: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം അത് പിന്നെ താഴോട്ട് കൊടുത്തുണ്ട്. ഞങ്ങളുടെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഈ ബൈബിളുണ്ടോ? ഉണ്ടല്ലോ അച്ഛൻ കുഞ്ഞ്, ബൈബിൾ ഉണ്ടല്ലോ. അതിന്റെ ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്തേ. ഉൽപ്പത്തി ഉൽപ്പത്തി ഒന്നാം എടുക്കണ്ടേ? ഒന്നിന്റെ 1-ാം വാക്യം. 1-ന്റെ 1-ാം വാക്യത്തിലുള്ളത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ അതിന്റെ നല്ല കാര്യം 6-ാം വാക്യത്തിലേക്ക് അതെ നോക്കണം. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം: ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വെള്ളമുണ്ട്. 2 വെള്ളമല്ല, ഒരു വെള്ളമുള്ളത്. അതിനെ 2ആയിട്ട് പിരിക്കുക. അതിനെ എന്ത് ചെയ്തു? ഒരു വഴി ഉണ്ടാക്കി. ഇങ്ങനെയാണ് ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകുന്ന വെച്ചാൽ വെള്ളങ്ങളുടെ മധ്യേ. വെള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്താണ്? വെള്ളം എന്ന് പറഞ്ഞാല് പിന്നെ വാട്ടർ. വെള്ളമല്ല, വെള്ളങ്ങൾ കുറെ വെള്ളം, വാട്ടറുകൾ. അല്ല, വാട്ടറുകൾ. അതായത് ഈ മഞ്ഞുകണം കണ്ടിട്ടുണ്ടോ? മഞ്ഞുകണം, മരീചിക. അനേകം വെള്ളങ്ങൾ ഉള്ളതാണ് ഈ മരീചിക. അതായത് അത് ഒന്നിച്ച് ചേരുമ്പോഴും നമ്മൾ വെള്ളത്തുള്ളികളായി താഴെ വീഴുന്നതാണ് മരീചിക.
അതെ അതെ. അപ്പൊ ഇതിപ്പോ കാണാം. നോക്കണം. ആ ദൈവം ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ട്. അപ്പം ഈ മഞ്ഞായിരിക്കുന്ന സ്ഥാനത്ത് ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിയും. അപ്പൊ വിധാനം ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളമായി മാറി. എങ്ങനെ? ഈ മഞ്ഞ് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ആ മഞ്ഞ് കൂടി വരുമ്പോൾ അവിടെ എന്തായി? വെള്ളമായി മാറി. അതുകൊണ്ടാണ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യം മഞ്ഞായിരുന്നു, വെള്ളങ്ങളായിരുന്നു. അത് പിന്നെ രണ്ട് സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്ക് ആ മാറിയ സ്ഥലത്തുള്ള മഞ്ഞ് വെള്ളം ആയി മാറി. അപ്പം വെള്ളം തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഏഴാമത്തെ അങ്ങനെ വാക്യം വായിച്ചു. കടൽ എങ്ങനെ ഉണ്ടാകുന്ന അച്ഛൻ കുഞ്ഞു? അപ്പോ കടല് ഇതാ. അത് പറയാൻ പോവാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓക്കെ. പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ, ഞാൻ അത് പറഞ്ഞുതരാം. ഏഴാം വാക്യം ഒന്ന് വായിച്ചു. വിധാനമുണ്ടാക്കിയിട്ടു ദൈവം വിധാനത്തിൽ കീഴുള്ള വെള്ളവും വിധാനത്തിൽ മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ രണ്ട് അപ്പം എന്ത് ചെയ്തു? അപ്പുറവും ഇപ്പുറവും വെള്ളം നിൽക്കുകയാണ്. വിധാനത്തിന്റെ മുകളിലും വെള്ളമുണ്ട്, വിധാനത്തിന് താഴെയും വെള്ളമുണ്ട്. അപ്പം ഈ താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. രണ്ടാം വാക്യം രണ്ടൊന്ന് വായിച്ച. രണ്ട്. ഓക്കെ. രണ്ടിൻ്റെ ഒന്നാ? അല്ലല്ല, ഒന്നിന്റെ രണ്ട്, രണ്ടാം വാക്യം. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഒന്നിൻ്റെ തന്നെ രണ്ടാ. ഓക്കെ. ഭൂമി പായായും, അതല്ലേ? ഭൂമി പായായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഓക്കെ. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി, അപ്പൊ ആകാശവും ഭൂമിയാണ് ദൈവം ആദ്യമായി സൃഷ്ടിച്ചത്. അതെന്ത് ചെയ്തു? ഭൂമി പാഴായും ശൂന്യമായിരുന്നു. നോക്കണം. ആഴത്തിന്മീതെ, ആഴമെന്ന് പറഞ്ഞാൽ എവിടാണ്? ഈ ആകാശം എന്ന് പറഞ്ഞ സ്ഥലമില്ലയോ? ശൂന്യമായിട്ട് വഴിയുണ്ടാക്കി. അതിന്റെ താഴെ നോക്കുമ്പോൾ ഇരുളായിരുന്നു. നിങ്ങൾ മഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് അപ്പുറത്ത് വല്ല ആരെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല, ഒരു മൂടിക്കെട്ടിയ പോലെ ഉണ്ടാവും. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുണ്ട്, മനുഷ്യാത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അത് എങ്ങനെ ആയിത്തീരണമെന്ന് അതാണ് ആറാം വാക്യവും പറഞ്ഞു, ഏഴാം വാക്യവും പറഞ്ഞു. അതായത് ഏഴാം വാക്യം വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ച. എട്ട്. ദൈവം വിധാനത്തിനു ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി രണ്ടാം ദിവസം. അപ്പം നോക്കണം. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. വിധാനത്തിന് എന്ത് ചെയ്തു? ആകാശം എന്ന് പേരിട്ടു. ഇപ്പൊ ഈ ആകാശം എന്ന് പറഞ്ഞത് ഏതാണ്? നമ്മൾ ഈ മുകളിലേക്ക് നോക്കുമ്പം ശൂന്യത വിട്ട് കാണുന്ന ഭാഗമുണ്ടല്ലോ, അതിനെയാണ് ആകാശം. ആ നീല നിറത്തിൽ കാണുന്നതാണ് ആകാശം. മറ്റുള്ളവർ ശൂന്യാകാശം എന്ന് പറയും. ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലം. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇനി എന്താ നമ്മൾ ചിന്തിക്കേണ്ട? ഒമ്പതാമത്തെ വാക്യം വായിക്കണം. അപ്പോഴത്തേക്ക് കടൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. കടൽ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചോളൂ. ദൈവം ആകാശത്തിൻ കീഴുള്ള വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഓക്കെ. നോക്കിയേ. അപ്പം താഴെയുള്ള വെള്ളം എല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ, എന്ന് വെച്ചാൽ വെള്ളമില്ലാത്ത സ്ഥലം കാണട്ടെ. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. 10 വായിച്ചേ. ഉണങ്ങിയ നിലത്തിനു ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പൊ ഉണങ്ങിയ സ്ഥലത്തിന് ആകാശത്തിന് കീഴിലുള്ള വെള്ളം വന്നു ഒരു സ്ഥലത്ത് കൂടിയപ്പോൾ എന്താ പറഞ്ഞത്? ഉണങ്ങിയ സ്ഥലത്തിന് ഭൂമി, അതായത് വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ഭൂമി എന്നും വെള്ളം ഉള്ള സ്ഥലത്തിന് സമുദ്രം എന്നും പേരിട്ടു. ഇപ്പൊ എങ്ങനെയാ സമുദ്രം ഉണ്ടായത്? അതെ, ഉണങ്ങിയ നിലത്തിനു ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിനു സമുദ്രം എന്നും പേരിട്ടു. ഇപ്പൊ മനസ്സിലായോ? ഈ താഴെ ഉണ്ടായിരുന്ന വെള്ളങ്ങൾ കൂടി വന്ന് ഒരു സ്ഥലത്ത് കൂടിയതാണ് ഈ സമുദ്രം.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അത് എന്തെങ്കിലും? ഇല്ല, സംശയമൊന്നും ഇല്ലല്ലോ, ഇത് കറക്റ്റ് ആ അല്ലേ, അപ്പൊ ക്ലിയർ നോക്കാം. ആണല്ലോ. ആ അപ്പം ഞാൻ ചോദിച്ചു ഈ അള്ളാഹു എന്തെങ്കിലും സൃഷ്ടിച്ചോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ പറഞ്ഞ അള്ളാഹു എല്ലാം സൃഷ്ടിച്ചു. ഇപ്പം ഈ ആദാനി പോർട്ടും അതും ഇതും എല്ലാം ആദാനിക്കുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ പോർട്ടല്ല എന്റേതാണ്, ഞാനാണ് ഇതെന്റെ എല്ലാം ഓണർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും ആരെങ്കിലും? ഇല്ല ഇല്ല. ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്, എന്നിട്ട് പറയുകയാണ്, വേറെ ആൾക്കാർ പറയാ ഈ വരുന്നത് ആദാനിയാണ്, അതായത് ഈ ആദാനി ഗ്രൂപ്പിന്റെ ഓണറാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? അത് അവർക്ക് ആദാനി അറിയത്തില്ലല്ലോ. നിഷേധിക്കോ? അതെങ്ങനെ? അവർക്ക് ആദാനി അറിയത്തില്ലല്ലോ. അറിയത്തില്ല. അപ്പൊ അവര് ഇത് ആദാനിയാ, ക്ഷമിക്കണം കേട്ടോ ചിരിച്ചു പോയത്, ഞാൻ ആദാനിയാന്ന് പറഞ്ഞാല് അറിയാത്ത ആൾക്കാരും വിശ്വസിക്കും, ശരിയല്ലേ? അതെ. അല്ല, അതുപോലാണ്. എനിക്ക് ഇവിടെ സംശയം എന്താണെന്ന് അറിയാം അച്ഛൻ കുഞ്ഞെ. ഇതിപ്പോ സംശയം എന്ന് പറയുന്നത്, ഇപ്പം ദൈവം ഇങ്ങനെ പറയുന്നത് വെള്ളം ആകാശത്തിന് കീഴുള്ള ദൈവം എന്ന് പറഞ്ഞ് അവിടെ ഒരു രണ്ട് കുത്തുണ്ട് കേട്ടാ, ദൈവം. ഓക്കെ, അപ്പം ഇത് ദൈവമാണ് പറയുന്നത്. ദൈവം ആകാശത്തിനോടാ പറയുന്നത്? ആകാശത്തിനോടല്ല പറയുന്നത്, ആകാശത്തിന്റെ, അതായത് താഴെയുള്ള വെള്ളങ്ങളല്ലയോ, അതെല്ലാം കൂടെ വന്ന് ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞത്, ആകാശത്തോട് പറഞ്ഞതല്ല. ഈ ആകാശത്തിന്റെ താഴെ എന്ന് വെച്ചാൽ കീഴെയുള്ള വെള്ളം, ആകാശത്തിന് കീഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് വന്ന് കൂടട്ടെ എന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ദൈവം പറയുകയാണ്, ഇത് ആകാശത്തിന് കീഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം ആരോടാ പറയുന്നത്? വെള്ളത്തിനോടാ? വെള്ളത്തിനോട് പറയുന്നു. ഓക്കെ, വെള്ളത്തിനോട് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അപ്പൊ ഉണങ്ങിയ നിലം കാണട്ടെ, അത് ആരോടാ? അത് ഭൂമിയോട്. ഭൂമിയിലെന്ന് പറഞ്ഞാൽ വെള്ളം കൂടെ മറ്റെല്ലാ സ്ഥലത്തും സമുദ്രത്തിലേക്ക് വെള്ളം എല്ലാം പോയതിനു ശേഷം ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞു. ആ ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളങ്ങളുടെ കൂട്ടത്തിന് ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. ആരോട്? ഭൂമിയോട്. ഭൂമിയോട് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അതെ, ഓക്കെ. നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു, പല പ്രാവശ്യം ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി തന്നില്ല. മൈക്കെടുത്തോ? ഞാൻ എന്താ ചർച്ച എവിടെ, എന്താണ് ഇവിടുത്തെ ചോദ്യം എന്നൊന്നും അറിയാനായിട്ടാ. അല്ല, അള്ളാഹു എന്തെങ്കിലും സൃഷ്ടിച്ചോന്ന് ചോദിച്ചോ? അള്ളാഹു ഒന്നും സൃഷ്ടിച്ചാണ്, എല്ലാം സൃഷ്ടിച്ചെന്ന് പറയുന്നതല്ലാതെ എങ്ങനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞില്ല. അപ്പൊ സമുദ്രം എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം. അടുത്ത ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് പറഞ്ഞിട്ട് അതിനുശേഷം പറഞ്ഞോളൂ. 8ാമത്തെ വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അതായത് യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 8ാമത്തെ വാക്യം എന്നെടുത്തേ. യെശയ്യാവ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതെ, സങ്കീർത്തനം കഴിഞ്ഞു, കീർത്തനം കഴിഞ്ഞ് അതിന്റെ താഴോട്ട് വരുമ്പോ യെശയ്യാവെന്നുണ്ട്. ഇയ്യോബ് കഴിഞ്ഞു വന്നതിന് ശേഷം ഉത്തമഗീതം കഴിഞ്ഞ അടുത്തത് 55 അധ്യായം. അതെടുത്ത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, അതായത് ദൈവത്തിന്റെ ശക്തി, നിങ്ങളുടെ അള്ളാഹുവിന്റെ ശക്തി എന്താണ്? നിങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഞാനിത് മുന്നേ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയും അള്ളാഹുവിന്റെ ശക്തി ഇതാന്ന് പറയും. നിങ്ങൾ വായിച്ചോളൂ, 8ാമത്തെ വാക്യം ഒന്ന് വായിച്ച. ദൈവം പറയുന്നതാ, എന്റെ വിചാരണങ്ങൾ നിങ്ങളുടെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. അതായത് അല്ല, മനുഷ്യന്റെ വിചാരം, ദൈവത്തിന്റെ വിചാരം, ദൈവം വിചാരിക്കുന്നതും മനുഷ്യൻ വിചാരിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ടെന്നാ പറഞ്ഞത്. മനുഷ്യൻ നമ്മൾ എന്തൊക്കെയാ വിചാരിക്കുന്നത്? അത് ശരിയാ, ദൈവത്തിന്റെ അടുത്തത് നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. എന്നുവെച്ചാൽ യഹോവ പറയുന്നു, എന്നുവെച്ചാൽ ദൈവം പറയുകയാണ്, മനുഷ്യരെ നോക്കിയിട്ട് പറയാൻ നിങ്ങളുടെ വഴിയല്ല എന്റെ വഴി. അപ്പൊ നമ്മുടെ വഴി ഏതാ? ഞാൻ ഈ ഇന്ത്യയിൽ മാത്രം അവിടെ പല സ്റ്റേറ്റുകളിലും കറങ്ങിയത് മാത്രമേ ഉള്ളൂ. അതിന് കൂടുതലുള്ള വഴികളൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ കൽപ്പന ചൗളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൽപ്പന ചൗള കേട്ടിട്ടുണ്ടോ? അതാ ചൊവ്വാഗ്രഹത്തിലേക്ക് പോയ
ഒരു ഇന്ത്യക്കാർ. എന്നാൽ അവര് പേടകം പൊട്ടി നശിക്കുന്നതോടുകൂടി അവർ മരിച്ചുപോയി. പക്ഷെ കൽപ്പന ചവളയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വഴി എന്താണെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ചൊവ്വാഗ്രഹത്തിലേക്ക് യാത്ര ചെയ്തെന്ന് പറയും, എനിക്കുള്ള വഴി അത്രയുണ്ടെന്ന് പറയും. പക്ഷെ ദൈവം പറയുന്നത് നിങ്ങളുടെ വഴിയല്ല എന്റെ വഴി. എന്ന് വെച്ചാൽ ഈ ചൊവ്വാഗ്രഹം സൂര്യനിലേക്ക് പോയോ? ഇല്ല. അപ്പൊ ആ വഴിയല്ല, ആ വഴി ദൈവത്തിന് അറിയാം. സൂര്യനേക്കാൾ 50 കോടി വിസ്തീർണമുള്ള നക്ഷത്രമുണ്ട്. എന്നുവെച്ചാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമി എത്ര ഉണ്ടോ അതിന്റെ 13 ലക്ഷം വിസ്തീർണമുണ്ട് അത് സൂര്യൻ. അപ്പൊ അതിന് 50 കോടി വിസ്തീർണമുണ്ട് നക്ഷത്രം. അപ്പൊ ഇവിടെയുള്ള വഴികളെല്ലാം ആർക്കറിയാം? ആകാശത്തുള്ള വഴി അറിയാം, ആകാശത്തിന് അപ്പുറമുള്ളത് എന്തെല്ലാം എന്ന് അറിയാം. അപ്പം ദൈവം പറയുന്നു നിങ്ങളുടെ വഴിയല്ല എന്റെ വഴി. ഇനി വായിച്ചോളൂ. അല്ല, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ദൈവത്തിന്റെ കഴിവായിരിക്കുമല്ലേ പറയുന്നത്? ആണ്, കഴിവാ പറയുന്നത്. അത് വായിച്ചോളൂ. അപ്പം താഴെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പൊ ഈ ആകാശത്തിന് എത്ര ഉയർച്ച ഉണ്ടെന്നറിയാം? ഏകദേശം കണക്ക് പറയാൻ ഒക്കുമോ? ഇല്ല. അതിന്റെ കാരണം, അതായത് ഇത്ര കിലോമീറ്റർ എന്ന് ഇപ്പം ഈ സൂര്യനെ അല്ല ഈ ചന്ദ്രനെ നോക്കിയിട്ട് ഇത്ര കിലോമീറ്റർ, ഇത്ര മൈൽ ദൂരം ഉണ്ടെന്ന് പറയും. സൂര്യനെ നോക്കിയിട്ട് പറയുമ്പോൾ ഏകദേശം അവർക്ക് കണക്ക് കൂട്ടി, അതായത് ഇത്രയാണ്. പക്ഷേ 50 കോടി സൂര്യനെ വെക്കാവുന്ന ഒരു നക്ഷത്രത്തെ നോക്കിയിട്ട് ഇത്ര കിലോ. അപ്പം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ, അതായത് ഈ ആകാശത്തിന് അപ്പുറമാണോ ആകാശത്തിന് ഇപ്പുറമാണോ ഈ നക്ഷത്രങ്ങളൊക്കെ ഉള്ളത്? ഞാൻ സാധാരണ ചോദിക്കാം, ഞാൻ സാധാരണ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. ആകാശത്തിന് അപ്പുറമാണോ ഇപ്പുറമാണോ നക്ഷത്രം ഉള്ളത്? ഇപ്പൊ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ ആകാശത്തിലാണ്, ഒന്നാം ആകാശത്തിലാണ് ഉള്ളത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് ആകാശത്തിന് അപ്പുറമാണോ ആകാശത്തിന് ഇപ്പുറമാണോ നക്ഷത്രം നിൽക്കുന്നതെന്നാ ചോദിച്ചത്. ആകാശത്തിന്റെ അതറിയില്ല അച്ഛനെ. അയ്യോ, അത് ആകാശത്തിന് ഇപ്പുറമാണ് നിൽക്കുന്നത്. അപ്പുറം നിന്ന് കഴിഞ്ഞാൽ ആകാശത്തിന് അപ്പുറം ആകാശം കാണാൻ ഒക്കത്തില്ല. പിന്നെ എങ്ങനെ ആകാശത്തിനപ്പുറം എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ വെള്ളമല്ലേ? ഈ ബൈബിൾ പറയുന്ന പ്രകാരം ആകാശത്തിന് മുകളിൽ വെള്ളമാണ്. അപ്പം വെള്ളത്തിനകത്ത് കാരണം അപ്പുറം നക്ഷത്രം നിന്ന് നമ്മൾ കാണാൻ നോക്കുമോ? ഇല്ല, ബൈബിൾ പറയുന്ന പ്രകാരം. അപ്പൊ ആകാശത്തിന് ഇപ്പുറമാണ് നക്ഷത്രം നിൽക്കുക. അപ്പം 50 കോടി വിസ്തീർണമുള്ള നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നത്, ഏത് സൂര്യനേക്കാൾ. അപ്പൊ ഇത്രത്തോളം ദൂരം വരുന്ന നക്ഷത്രത്തിന് എത്ര കിലോമീറ്റർ വരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്രയും ഉയർത്തില്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആകാശത്തിന് എത്ര മൈൽ ദൂരത്തിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് കണക്കൂട്ടാൻ പോലും കഴിയത്തില്ല. അപ്പൊ അത്രത്തോളം. അപ്പൊ അതാണ് ദൈവം പറഞ്ഞത്, നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്രയും ഉയർച്ചയിലുള്ള വഴികളും ചിന്തകളുമാണ് ദൈവത്തിനുള്ളത്. ഓക്കെ, അടുത്തതൊന്ന് വായിച്ചേ. 10 മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. എന്നുവെച്ചാൽ ഇത് കേട്ടോ, മഴയും ഹിമവും താഴേക്ക് വന്ന് വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ ഒരു ഫലം അവിടെ കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് രണ്ടും വന്നാൽ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ ഫലം ഉണ്ടാകുന്നു. ഈ മഴയും മഞ്ഞും ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഏതെങ്കിലും മരങ്ങളോ മറ്റെന്തെങ്കിലും കിട്ടുമോ നമുക്ക്? ഇല്ല. അപ്പം മഴയും വേണം ഹിമവും വേണം. അപ്പം അത് വന്നിട്ട് എന്ത് ചെയ്യണം? അത് ഭൂമിയിൽ വന്നിട്ട് അത് ഫലം കൊടുക്കുന്നു. അതായത് വൃക്ഷങ്ങൾക്ക് വളരുമാറാക്കുന്നു, അതിൽ നിന്ന് ഫലം നമുക്ക് കിട്ടുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന 11 വായിച്ച. ഈ 11 വായിച്ച. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത്, വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, നോക്കണം. മഴയും മഞ്ഞും വന്ന് ഫലം കൊടുക്കുന്നത് പോലെ അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം. വചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ വാക്ക്. ദൈവത്തിന്റെ വാക്ക് അതുപോലെ തന്നെ അത് വന്ന് ഫലം കൊടുക്കുന്നത് പോലെ ദൈവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അത് മടങ്ങി എന്ത് ചെയ്യത്തില്ല, തിരിച്ചങ്ങോട്ട് ചെല്ലത്തില്ല. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഫാനുണ്ട്.
ഞാൻ ഇവിടെ ഇരുന്ന് പറയാം, ഇവിടെ ഒരു 3-4 ഫാൻ വരട്ടെ എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ എന്റെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് പറയാനേ ഒക്കത്തുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആരെങ്കിലും അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം, അല്ലാതെ അത് വരത്തില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചാൽ മതി, അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ 5 ഫാൻ പറയുകയാണോ, 5 ഫാൻ വന്നിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇതെല്ലാം കൽപ്പന തന്നെ അല്ലേ അച്ഛൻ കുഞ്ഞെ? ദൈവം കൽപ്പിച്ചു, അത് സംഭവിച്ചു. ദൈവത്തിന്റെ വാക്ക്, വചനം. അതെ അതെ അതെ, അത് മനസ്സിലായി. ദൈവം കൽപ്പിച്ചു മഴ പെയ്യട്ടെ എന്ന് അല്ലേ, മഴ പെയ്യണം എന്ന് ദൈവത്തിന്റെ ഇച്ഛ, വചനം. അതായത് വചനം എന്ന് പറയുന്നത് കൽപ്പന. കൽപ്പന എന്ന് പറഞ്ഞ വാക്ക്, ദൈവത്തിന്റെ വാക്ക്. അപ്പം അതാണ് വചനം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് പറഞ്ഞാലും അതുപോലെ സംഭവിക്കും. അപ്പൊ നേരത്തെ വായിച്ചത് ആ ഭൂമിയുടെ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ഭൂമിയുടെ ഭൂമി അല്ല, അതെല്ലാം അങ്ങനെ തന്നെ അല്ലേ? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന വചനമാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അതായത് ദൈവം പറഞ്ഞു. നമ്മൾ പറഞ്ഞെന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ദൈവം കൽപ്പിച്ചപ്പോൾ എന്തായി? വെളിച്ചം ഉണ്ടായി. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ വെളിച്ചങ്ങളും അന്നുണ്ടായി. വെളിച്ചങ്ങൾ ഏതൊക്കെയാണ്? സൂര്യൻ, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അങ്ങനെ ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. വെളിച്ചം 5-ാം വാക്യം, ദൈവം വെളിച്ചത്തിന് പകലെന്നും, അതായത് ഉൽപ്പത്തി പുസ്തകം 5-ാം വാക്യം ഞാൻ വായിക്കുന്നത്. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിനും രാത്രി എന്നും പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പൊ വെളിച്ചം ഉണ്ടാകുന്നത് വരെയും ദിവസം പറഞ്ഞിട്ടില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ദൈവം ദിവസം പറഞ്ഞിട്ടില്ല. ദിവസം പറഞ്ഞത് എപ്പോഴാണ്? വെളിച്ചം വന്നതിന് ശേഷം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ദിവസം മനസ്സിലാകുന്നത്? ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമുക്ക് എന്താകുന്നു? 1-ാം ദിവസം, 2-ാം ദിവസം, ഇങ്ങനെ നമ്മൾ അത് ഈ വെളിച്ചവും ഇരുളും വരുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. അച്ഛൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ വായിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ശരിക്ക് എന്നോടല്ല പറയേണ്ടത്, ഒരു നിരീശ്വരവാദിയോടാ പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങളോട് പറഞ്ഞാൽ എന്തായി? സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അല്ല, അള്ളാഹു ഒന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അള്ളാഹു ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു സൃഷ്ടിച്ചതിൽ ഖുറാനിലുണ്ട് അച്ഛൻ കുഞ്ഞ്. അത് അച്ഛൻ കുഞ്ഞ് എന്താണ്? ഞാൻ ചോദിച്ചല്ലോ നിങ്ങളടുത്ത്, നിങ്ങളുടെ അള്ളാഹുവിന്റെ ശക്തി എന്താണ്, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? 10 വയസ്സുള്ള ഒരു കുഞ്ഞ് പറയുന്നത് പോലെ മാത്രമാണ് 30 വയസ്സുള്ള നിങ്ങളും പറയുന്നത്. അല്ല, അത് അച്ഛൻ കുഞ്ഞ് ഇപ്പൊ ഖുറാൻ മൊത്തം വായിച്ചിട്ടില്ലല്ലോ. കുറച്ച് ഭാഗങ്ങൾ അടുത്തടുത്ത് വായിക്കുന്നല്ലാണ്ട് ഖുറാൻ വായിക്കുമ്പോ അത് മനസ്സിലാവും അതിലെന്താ എഴുതിയിട്ടുള്ളത്. അല്ല, നിങ്ങൾ മൊത്തം വായിച്ചിട്ടില്ലയോ? അല്ല, ഞാൻ ഇത് നിഷേധിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ഇത് സൃഷ്ടിച്ചെന്നുള്ളത് പൂർണ്ണമായിട്ട് 100% അംഗീകരിക്കുന്നു. ഞാൻ അതിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോ. എത്ര ദിവസം കൊണ്ടാണ് അള്ളാഹു ഭൂമിയെ ആകാശത്തെ സൃഷ്ടിച്ചത്? 6 ദിവസം കൊണ്ട്, 8 ദിവസം കൊണ്ട്, 6 ദിവസം കൊണ്ടെന്നായിട്ടാ ഖുറാനിലുള്ളത്. 6 or 8? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു 6 ചോറാണോ? അത് ആയത്തൊന്ന് എടുത്ത് നോക്കണം, വായിച്ചു നോക്കണം സിസ്റ്ററെ. വളരെ സ്നേഹത്തിൽ സംസാരിക്കണം. പിന്നെ സ്നേഹത്തിന് എന്താ കുറവ്? ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറഞ്ഞു. ഇവര് നമ്മുടെ ശത്രു പോലും അല്ല, സഹവാസികളല്ലേ.